നന്ദൻ ഒട്ടും ഇഷ്ടായിട്ടില്ല, ഉറപ്പാ. ഞാൻ മുമ്പ് മോളുടെ അടുത്ത് പറഞ്ഞു, ആ ദേഷ്യം ഇഷ്ടം കൊണ്ടുണ്ടായതാ. നീ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ നാട് മുഴുവൻ അറിഞ്ഞ് ചന്ദ്രോത്തേക്ക് കാലെടുത്ത് വയ്ക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അന്ന് മോൾക്ക് ഏതോ ഒരുത്തനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു നന്ദന്റെ ഭാര്യയായി മോൾ ഇവിടെ ജീവിക്കുമെന്ന്. ആന്റി, ഞങ്ങൾ തമ്മില് എന്റെ മനസ്സില് നന്ദന്റെ കൂടെ ഒരു ജീവിതം സ്വപ്നത്തിൽ പോലും ഇല്ല. അത് മുൻപ്. ഇപ്പം മീരമോളും ആഗ്രഹിക്കുന്നുണ്ട് നന്ദന്റെ കൂടെയുള്ള ഒരു ലൈഫ്, ഇല്ലേ? അങ്ങനെയൊന്നും പഴയതുപോലെ നന്ദനെ വേണ്ടാന്ന് പറയാൻ നിനക്കിപ്പോ പറ്റുമോ? അങ്ങനെയല്ല. നന്ദനെ എനിക്കിഷ്ടാ, ഒരുപാട് ഇഷ്ടാ. പക്ഷെ അവനത് മതി, അത് മതി. നീ തന്നെയാണ് നന്ദന്റെ ഭാര്യ. ഞങ്ങളെല്ലാവരും മുൻപേ തീരുമാനിച്ചതുപോലെ അത് നടക്കും. നിനക്കും നന്ദനും അതല്ലാതെ ജീവിതത്തിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. മോളാ നന്ദന്റെ ഉള്ളിലെ പിണക്കം മാറ്റിയെടുക്കേണ്ടത്. എല്ലാം ശരിയാവും. എന്റെ ജീവിതം ഈശ്വരൻ വരച്ചിട്ടിരിക്കുന്നത് നന്ദനോടൊപ്പമായിരിക്കും. ദേവി, 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 കണ്ടോ ചേച്ചി? ഇല്ലടാ, ഇവിടെയൊന്നും കാണുന്നില്ല. അവള് പിന്നെ എവിടെ പോയി? നീ ടെൻഷൻ ആവണ്ട, ഇവിടെയൊക്കെ ഒന്നുകൂടെ നോക്കട്ടെ. അച്ഛാ, ദേവി എവിടെ അച്ഛാ? അച്ഛാ, അവൾ ഇവിടുന്ന് കാണുന്നില്ല. മീരയും കൊണ്ട് വന്ന ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. ദേവിക, ദേവിക, അമ്മയോട് ചോദിച്ചിട്ടും അറിയില്ലെന്നാ പറയുന്നേ. ചേച്ചി ഇവിടൊക്കെ നോക്കുക. അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ?